നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. വരും കാലം മനുഷ്യൻ്റെ പുരോഗതി നിർമ്മിത ബുദ്ധിയുടെ സഹകരണത്തോടെ ആയിരിക്കുമെന്ന് ചേർത്തല ടെക്ഗസ്റ്റിയ ടെക്നോളജി CEO ജോയ് സെബാസ്റ്റ്യൻ പ്രസ്താവിച്ചു. ജോലിഭാരം ലഘൂകരിക്കുവാനും വിജ്ഞാനത്തിൻ്റെ പുതിയ ചക്രവാളങ്ങൾ തുറക്കുവാനും അഭൂതപൂർവമായ സഹായമാണ് നിർമ്മിത ബുദ്ധി കൊണ്ട് ഉപകരിക്കുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. വാർത്തകൾ വിശദമായി. ഭൂരിഭാഗം ആളുകളും ഇതിനകം തന്നെ നിർമ്മിത ബുദ്ധിയുടെ എന്തെങ്കിലുമൊക്കെ കോമ്പോണൻസ്, എന്തെങ്കിലുമൊക്കെ സംഗതികൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. നിർമ്മിത ബുദ്ധി എന്താണെന്ന് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഡീറ്റെയിലേക്ക് പോകാമെന്ന് കരുതുന്നു. സാധാരണ കമ്പ്യൂട്ടറുകളും നിർമ്മിത ബുദ്ധി അത് ആദ്യമേ നിങ്ങൾ രണ്ടായിട്ട് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. പ്രോഗ്രാം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ആരെങ്കിലും മനുഷ്യരിരുന്ന് പ്രോഗ്രാം ചെയ്ത നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് കമ്പ്യൂട്ടർ. കോമൺ സെൻസ് അതാണ് ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന പേരിൽ പിടിപ്പിച്ചുകൊണ്ട് വരുന്നത്. അതായത് മുമ്പുണ്ടായിരുന്ന കമ്പ്യൂട്ടറുകളും ഇപ്പൊ നിങ്ങൾ കാണുന്ന നിർമ്മിത ബുദ്ധി എന്ന് നമ്മൾ മലയാളത്തിൽ വിളിക്കുന്ന സംഗതിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ആ ഒരു കോമൺ സെൻസ് കൂടി ഈ ഉപകരണങ്ങൾക്ക് കൈവരുന്നു എന്നുള്ളതാണ്. നമ്മൾ മനുഷ്യര് സാധനങ്ങൾ കാണുന്നത് പോലെ യന്ത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് വസ്തുക്കൾ കാണുകയും ഐഡന്റിഫൈ ചെയ്യും. ഡോക്ടർ കയ്യിൽ പൾസ് നോക്കുന്നത് പോലെ നമ്മുടെ വാച്ചുകൾക്ക് പൾസ് നോക്കാനുള്ള കേപ്പബിലിറ്റി വന്നിരിക്കുന്നു. മനുഷ്യർ ചെയ്തിരുന്ന പല പണിയും മനുഷ്യരെക്കാൾ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാനുള്ള കഴിവ് ലഭിക്കുന്നു എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയും അതിനോടനുബന്ധിച്ച് വളരുന്ന മറ്റ് ശാഖകൾ, ഒത്തിരി ശാഖകൾ ചേർന്നിട്ടാണ് ഇത് വരുന്നത്. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ യന്ത്രങ്ങൾക്ക് മനസ്സിലാവുന്ന കാലത്തിലേക്ക് ലോകം എത്താണ്. പ്രോഗ്രാമറുടെ ആവശ്യം ഇല്ല. മലയാളത്തിലെ തന്നെ അരുവിലും പാതിരപ്പള്ളിയിലെയും വ്യത്യസ്ത ഡയലക്ട്സിൽ നിങ്ങൾക്ക് യന്ത്രങ്ങളോട് സംസാരിക്കാൻ കഴിയുന്ന ലോകത്തേക്കാണ് നിങ്ങൾ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമസ്കാരം. നമുക്ക് റോഡിൽ ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന കാറുകൾ, ഡ്രൈവർ എന്തൊക്കെ ഉപയോഗിച്ചാണ് ഡ്രൈവിംഗ് പണി നടത്തിക്കൊണ്ടിരുന്നതോ അതെല്ലാം യന്ത്രങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു പേപ്പറാണ്, തിയറി മാത്രമുള്ള ഒരു പേപ്പർ ആയിരുന്നുവെങ്കിൽ അന്ന് ഞങ്ങളൊക്കെ ചോദിക്കരുത് ഇത് എന്നത്തേക്ക് വരാനാണ്. പക്ഷെ ഈ 2022 ഫെബ്രുവരി ആയപ്പോഴത്തേക്കും, എനിക്ക് തോന്നുന്നു 2022 നവംബറിലോ മറ്റോ ആണ് ആദ്യമായിട്ട് പബ്ലിക്കിന് ഉപയോഗിക്കാവുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂള് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. അതാണ് കൂടുതൽ ചർച്ചകൾക്ക് വഴി. അത് അറിയപ്പെടുന്നത് നിങ്ങൾക്കും അറിയാം, ChatGPT എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ടൂളാണ് ആദ്യം പബ്ലിക്കിന് ഉപയോഗിക്കാൻ കിട്ടിയത്. അത് കുട്ടികൾ ഉപയോഗിച്ചത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ കുട്ടികളോട് ചോദിച്ചാൽ അവർ പറയും. ഓക്കെ, ഞാൻ ChatGPT ഒരു കോൺവെർസേഷണൽ AI ടൂളാണ്. കോൺവെർസേഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് അങ്ങോട്ട് സംസാരിച്ച് കാര്യങ്ങൾ നടത്തിച്ചെടുക്കാവുന്ന ഒരു ടൂളാണ്. സംസാരിക്കാൻ പറഞ്ഞാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന രീതിയും വോയിസും ഇപ്പോൾ ഉണ്ട്. അപ്പം ഈ അലക്സയോട് നമ്മൾ 3-4 ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുത്തിരുന്നെങ്കിൽ അലക്സയോട് ഫാൻ ഓൺ ചെയ്യാൻ പറയാം, ഫാൻ ഓഫ് ചെയ്യാൻ പറയാം, അങ്ങനെ ചെറിയ കാര്യങ്ങൾ പറയാൻ പറ്റും. നമ്മുടെ അമ്മയോട് പറയുന്ന പോലെ എല്ലാം പറയാൻ ആരോട് പറ്റില്ല, അലക്സയോട് പറ്റുമായിരുന്നില്ല എങ്കിൽ ChatGPT പുതിയൊരു ലോകം മനുഷ്യർക്ക് മുമ്പിൽ തുറക്കുകയാണ്. ആ ലോകം എന്ന് പറയുന്നത് ഒരു പക്ഷേ ChatGPT ഉപയോഗിച്ചുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ട്. കുട്ടികളൊക്കെ അതെ, കുട്ടികൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതെ, അവരോട് ചോദിച്ചാൽ അവരെന്തിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ചൈനയിൽ ഒരു ആശുപത്രി തുറക്കുന്നു 2025. ആശുപത്രിയിൽ മനുഷ്യരായിട്ട് ഉള്ള ഡോക്ടർമാരോ നേഴ്സുമാരോ അറ്റൻഡർമാരോ ഉണ്ടാകുന്ന രോഗികൾ മാത്രം മനുഷ്യർ, ബാക്കി എല്ലാ റോബോട്ടുകളായിരിക്കും. വരും കാലം മനുഷ്യൻ്റെ പുരോഗതി നിർമ്മിത ബുദ്ധിയുടെ സഹകരണത്തോടെ ആയിരിക്കുമെന്ന് ചേർത്തല ടെക്ഗസ്റ്റിയ ടെക്നോളജി CEO ജോയ് സെബാസ്റ്റ്യൻ പ്രസ്താവിച്ചു. മനുഷ്യൻ്റെ ജോലിഭാരം ലഘൂകരിക്കുവാനും വിജ്ഞാനത്തിൻ്റെ പുതിയ ചക്രവാളങ്ങൾ തുറക്കുവാനും അഭൂതപൂർവമായ സഹായമാണ് നിർമ്മിത ബുദ്ധി കൊണ്ട് ഉപകരിക്കുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. അരൂർ വിജയാംബിയ ഗ്രന്ഥശാല ഹാളിൽ ഇന്ന് ജൂൺ 30 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നിർമ്മിത ബുദ്ധി ലോകം കടക്കുന്നു എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു സംസാരിക്കുകയായിരുന്നു ജോയ് സെബാസ്റ്റ്യൻ. പഠനം, ചികിത്സ, ബാങ്കിംഗ് എന്നുവേണ്ട യുദ്ധരംഗത്ത് വരെ വിപ്ലവം കൊണ്ടുവരും വിധം നിർമ്മിത ബുദ്ധിയുടെ പ്രായോഗിക തലം വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ലൈബ്രറി പ്രസിഡന്റ് CB ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PV ലാലു സ്വാഗതം ആശംസിച്ചു. കേന്ദ്ര സംസ്ഥാന മന്ത്രിസഭാ യോഗങ്ങൾ, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും വിചാരണകൾ എന്നിവയ്ക്കായി ഔദ്യോഗിക പ്ലാറ്റ്ഫോമായ
വി കൺസോൾ എന്ന വീഡിയോ കോൺഫറൻസിംഗ് ആപ്പ് ഡിസൈൻ ചെയ്ത വ്യക്തിയാണ് ജോയ് സെബാസ്റ്റ്യൻ. കേന്ദ്ര IT മന്ത്രാലയത്തിൻ്റെ 2020 ഇന്നോവേഷൻ ചലഞ്ച് അവാർഡ്, 2023 ഭാഷിണി ഇന്നോവേഷൻ ചലഞ്ച് അവാർഡ് എന്നിവയടക്കം നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ക്ലാസ്സിൽ പ്രായഭേദമന്യേ നിരവധി പേർ പങ്കെടുത്തു. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.